إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إن الدين عند الله الإسلام وما اختلف الذين أوتوا الكتاب إلا من بعد ما جاءهم العلم بغيا بينهم ومن يكفر بآيات الله إن الله سريع الحساب. ആദരണീയരായ വിശ്വാസിനികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലുടനീളം ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ ജീവിതത്തിലേക്ക് പകർത്തി അവന്റെ വിരോധനങ്ങൾ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കി സൂക്ഷ്മതയുള്ള തഖ്വയുള്ള യഥാർത്ഥ മുത്തഖികളായി ജീവിക്കുവാൻ ശക്തമായി പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോട് ഓരോരുത്തരോടും ഗൗരവത്തോടുകൂടി വസിയത്ത് ചെയ്യുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മതയിൽ ജീവിക്കുവാൻ തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാണെന്ന് പഠിപ്പിച്ച ആശുറാഇന്റെ നോമ്പിലുള്ള സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിനെ ഖബൂൽ ചെയ്യുകയും അവൻ വാഗ്ദാനം ചെയ്ത പ്രതിഫലത്തെ അവൻ പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ അടയാളങ്ങൾ അവനവന്റെ ദുന്യവിയായ ഉഖ്റവിയായ ജീവിതത്തിൽ ദുരന്തം പരാജയം സംഭവിക്കുവാതിരിക്കുവാൻ അവനിൽ പ്രകടമായി കാണേണ്ട 4 കാര്യങ്ങൾ ഇൽമും അമലും ദഅവത്തും സബ്റുമാണെന്നും ആ ഇൽമുണ്ടാവേണ്ട 3 മേഖലകളിൽ ഒന്ന് അല്ലാഹുവെ സംബന്ധിച്ചുള്ള അറിവും പ്രവാചകനെ സംബന്ധിച്ചുള്ള അറിവും ദീനിനെ കുറിച്ചുള്ള അറിവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൽ 2 കാര്യങ്ങളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ 3 ഖുതുബകളിലൂടെ നാം ശ്രവിക്കാൻ നമുക്ക് തൗഫീഖ് ലഭിച്ചത്. മതത്തെ സംബന്ധിച്ചുള്ള അറിവ്, മഅരിഫത്തുദ്ദീൻ, അതിനെ സംബന്ധിച്ച് അതിന്റെ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളിലേക്കാണ് എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. ആ പുറകിൽ ചാരിയിരിക്കുന്ന കുട്ടികളൊക്കെ ഇങ്ങോട്ട് കയറിയിരിക്കും. സ്ത്രീകള് അവിടുന്ന് വല്ലാതെ പരാതി വരുന്നുണ്ട്. അവിടെ ഇരിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസേരയിൽ ഇരിക്കുന്ന ആളുകള് ഞാൻ അവിടെ കസേര ക്രമത്തിൽ വെച്ചിട്ടുണ്ട്. പള്ളിയുടെ ഇടതുഭാഗത്ത് മറ്റുള്ളവർ ഇരിക്കുന്ന സൊഫിന് ക്രമത്തിലായിക്കൊണ്ട് അവിടെ നിന്ന് കസേര ആരും എടുത്തു പോകരുത്. ആരെങ്കിലും എടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയിട്ടുണ്ടെങ്കിൽ അവിടേക്ക് തന്നെ മാറിയിരിക്കേണ്ടതാണ്. സൊഫിന്റെ ക്രമം നമസ്കാരത്തിന്റെ ഖബൂൽ, അതിന്റെ പൂർത്തീകരണത്തിന് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കുക. മതം, നമ്മുടെ മതം അത് ഇസ്ലാമാണ്. അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗ്യമായ മതം അത് ഇസ്ലാം മാത്രമാണ്. ലോകത്ത് ഒരുപാട് മതങ്ങൾ, തത്വശാസ്ത്രങ്ങൾ, ചിന്തകൾ, ഐഡിയോളജികൾ ധാരാളമാണ്.
അവയിൽ നിന്ന് ഏറെ പ്രായോഗികവും ഏറ്റവും ലളിതവുമായ ഒരു സൃഷ്ടി എന്ന നിലക്ക് മനുഷ്യനെ കൊണ്ട് ചെയ്ത് പൂർത്തിയാക്കാൻ കഴിയുന്ന നിയമങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഖുതുബയുടെ തുടക്കത്തിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച വചനം സൂറത്ത് ആലി ഇമ്രാനിന്റെ 19-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നദ്ദീൻ ഇൻദല്ലാഹിൽ ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. തീർച്ചയായും അല്ലാഹുവിന്റെ അടുക്കൽ ദീൻ എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം മാത്രമാണ്. വേദം നൽകപ്പെട്ട ആളുകൾ, മുൻപ് വേദം നൽകിയ ആളുകളുണ്ട്, ലഭിച്ച ആളുകൾ, അഹ്ലുൽ കിതാബിൽപ്പെട്ട ആളുകൾ, അവരൊക്കെ വ്യത്യസ്തങ്ങളായ മതത്തിന്റെ പേരുകൾ അറിയപ്പെടുന്നുണ്ട്, മതവിഭാഗങ്ങളായി മാറിയിട്ടുണ്ട്. അവർക്ക് കൃത്യമായ അറിവ് വന്നു കിട്ടിയതിന് ശേഷമായിരുന്നു അവർ ഇഖ്തിലാഫിലായത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പരസ്പരമുള്ള അസൂയയുടെ പേരിൽ, അറിവിന്റെ പേരിലല്ല, പ്രമാണത്തിന്റെ പേരിലല്ല, മറിച്ച് തങ്ങൾ കൈവശം വെച്ചതിന്റെ അതിനെ സംബന്ധിച്ചുള്ള സ്വാർത്ഥതകൾ, അതിനകത്ത് കടന്നു വന്നിട്ടുള്ള പ്രമാണമായി അവതരിപ്പിച്ചതിന് ശേഷമുണ്ടായി തീർന്നിട്ടുള്ള കൈകടത്തലുകളെ പരിഗണിക്കാതെ സ്വാർത്ഥതകൾ, മറ്റുള്ള മതവിഭാഗങ്ങളോട് അസൂയ വെച്ച് പുലർത്തി പുതുതായി കടന്നു വരുന്നതിനെ സ്വീകരിക്കാൻ, പഴയതിനെ നസ്ഖ് ചെയ്ത് ദുർബലപ്പെടുത്തി പുതിയ നിയമങ്ങളായിക്കൊണ്ട് തൗറാത്തിന് ശേഷം ഇഞ്ചീലും, ഇഞ്ചീലിന് ശേഷം പരിശുദ്ധ ഖുർആനും അവതരിച്ചപ്പോ അതിനെ അംഗീകരിക്കാൻ കൂട്ടാക്കാതെ അതേ അവസ്ഥയിൽ തന്നെ നിലകൊണ്ട് ചിന്ന ഭിന്നമായി പോയ ആളുകൾ, അവർക്ക് കൃത്യമായ ഇൽമു വന്നു കിട്ടിയതിന് ശേഷമാണ് അത് സംഭവിച്ചത്. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ദീൻ എന്ന് പറയുന്നത് അത് ഇസ്ലാം മാത്രമാകുന്നു. തഫ്സീറുകളിൽ കാണാം, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം ഇഖ്ബാർ മിനല്ലാഹി തആല. അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു അറിയിപ്പ്, ഒരു പ്രസ്താവനയാണ് ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്നുള്ളത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബിഅന്നഹു ലാ ദീന ഇൻദഹു യഖ്ബലുഹു മിൻ അഹദിൻ സിവൽ ഇസ്ലാം. ഇസ്ലാം അല്ലാത്ത മറ്റൊന്നിനെയും റബ്ബ് പരിഗണിക്കുകയില്ല, റബ്ബ് സ്വീകരിക്കുകയില്ല. വേറൊരു മതത്തിന്റെ നിയമത്തെ തന്റെ ജീവിതത്തിന്റെ രീതിയായി ഒരാൾ സ്വീകരിച്ചാൽ, എന്താവട്ടെ, വിശ്വാസ മേഖലയാവട്ടെ, കർമ്മ മേഖലയാവട്ടെ, ആഘോഷങ്ങളുടെ മേഖലയാവട്ടെ, സ്വഭാവങ്ങളുടെ മേഖലയാവട്ടെ, മറ്റൊരു മതത്തിന്റെ ദീനിനെ ഒരാൾ ദീനായി കൊണ്ടു നടന്നാൽ റബ്ബ് സ്വീകരിക്കുകയില്ല. അത് അവരൊരു സുരക്ഷിതത്വത്തിന് കാരണമായി മാറുകയില്ല എന്നുള്ളത്. സുരക്ഷിതത്വത്തിനുള്ള അടിസ്ഥാനപരമായ കാരണം അത് ഇസ്ലാമും ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിശ്വാസപരവും കർമ്മപരവുമായ നിയമങ്ങളുമാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചിരുന്ന ഒരു ജൂത ബാലനുണ്ടായിരുന്നു. ഒളിവെടുക്കാൻ, വെള്ളമെടുത്തു കൊടുക്കാൻ, പ്രവാചകന്റെ ചെരുപ്പെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സഹായിക്കാനൊക്കെ ജൂതന്മാരെ ഇടപഴകിക്കൊണ്ടായിരുന്നു മദീന രാജ്യത്ത് ജീവിച്ചിരുന്നു. ശത്രുതാ മനോഭാവത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു, വ്യത്യസ്തങ്ങളായ കച്ചവട കരാറുകൾ ഉൾപ്പെട്ടിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു, വലിയ സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു കുട്ടി അവൻ രോഗബാധിതനായി. ആ കുട്ടിയുടെ വീട് റസൂൽ സന്ദർശിച്ചു. ചെറിയ കുട്ടിയാണ്. കുട്ടിയുടെ തലയുടെ ഭാഗത്ത് കുട്ടിയുടെ ഉപ്പ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് റസൂൽ ആ കുട്ടിയോട് പറഞ്ഞു, യാ ഫുലാൻ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലയോ കുട്ടി, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. ഫനവറ ഇലാ അബി. കുട്ടിയുടെ ഉപ്പയുടെ മുഖത്തേക്ക് കിടന്ന കിടപ്പിൽ ഒന്നിങ്ങനെ നോക്കി. ഫസക്കത അബു. അപ്പ ഒന്നും മിണ്ടാതെ ഇങ്ങനെ മൗനം അവലംബിച്ചു. ഫഅഅദ അലൈഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ തന്റെ ചോദ്യത്തെ വീണ്ടും ആവർത്തിച്ചു, മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. ആ കുട്ടി വീണ്ടും ഉപ്പയിലേക്ക് ഒന്ന് നോക്കി. ആ സമയത്ത് ഉപ്പ പ്രതികരിച്ചു രണ്ടാമത്, അത്യ അബുൽ ഖാസിം. അബുൽ ഖാസിമിനെ, റസൂലുള്ളാഹിയുടെ വിളിപ്പേരാ, റസൂലുള്ളാഹിന്റെ മോന്റെ പേരാണ് ഖാസിം, മരണപ്പെട്ടു പോയതാ വളരെ നേരത്തെ. അബുൽ ഖാസിം റസൂലുള്ളാഹിയുടെ കുഞ്ഞത്താണ്. അബുൽ ഖാസിമിനെ അനുസരിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ മോനെ എന്നായിരുന്നു ജൂതന്റെ മറുപടി. ആ കുട്ടി ആ സമയത്ത് പ്രഖ്യാപിച്ചു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്നക റസൂലുള്ളാഹ്. ഫഖറജ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് സംഭവിച്ചപ്പോൾ റസൂലുള്ളാഹി വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നു. റസൂലുള്ളാഹി പറഞ്ഞു, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അല്ലദീ അഖ്റജഹു ബി മിന്നാ. ഞാൻ കാരണത്താൽ, ഞാൻ മുഖേന നരകത്തിൽ നിന്ന് മോചിതനാകാൻ ആ കുട്ടിക്ക് സാധിച്ചു. അൽഹംദുലില്ലാഹ് എന്ന ഷഹാദത്തിന്റെ പ്രഖ്യാപനമാണ് ദുരന്തത്തിൽ നിന്നുള്ള മോചനത്തിന്റെ മാർഗം എന്ന് പറയുന്നത്. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതാണ് കലിമത്തു ഷഹാദ എന്ന് പറയുന്നത്. നാം എങ്ങനെയാണ് ഒരു മുസ്ലിമായി ജീവിക്കുന്നത്? ഇസ്ലാമിനെ ഏതെങ്കിലും ലഘുലേഖകളിൽ നിന്ന്, പുസ്തകങ്ങളിൽ നിന്ന് വായിച്ചു പഠിച്ച് ചെറിയ താല്പര്യം തോന്നി
പിന്നീട് വിശാലമായി പഠിച്ച് ആ ഇസ്ലാമിന്റെ മേന്മ താൻ ഇപ്പോൾ നിലകൊള്ളുന്ന വിശ്വാസപരമായ മേഖലയിൽ നിന്ന് വിഭിന്നമാണ്, ഉത്തമമാണ് എന്ന് മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ധാരാളമാണ്. പ്രഭാഷണങ്ങളിൽ നിന്ന്, വായനകളിൽ നിന്ന്, അതുപോലെയുള്ള നേർക്കുനേരെയുള്ള സംസാരങ്ങളിൽ നിന്നൊക്കെ ദീൻ ഉൾക്കൊള്ളാൻ അവസരം, ഏതെങ്കിലുമൊക്കെ പ്രത്യേകമായ ജീവിത സാഹചര്യത്തിൽ ചില സ്പാർക്ക് ലഭിച്ച ആൾ. നമ്മിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ നമ്മളൊരു മുസ്ലിം കുടുംബത്തിൽ മുസ്ലിം നാമധാരികളായ വാപ്പക്കും ഉമ്മക്കും ജനിച്ചു എന്നതാണ് നമ്മൾ മുസ്ലിമാരാണ്. ഇവിടെ നമ്മൾ ഇസ്ലാമിനെ അറിഞ്ഞിട്ടുണ്ടോ? ഒരു പുസ്തകം വായിച്ച് റബ്ബിനെ മനസ്സിലാക്കി ദീനിനെ അറിഞ്ഞ് പരലോക വിശ്വാസത്തെ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ദീനിലേക്ക് കടന്നു വന്ന ഒരുത്തനും അവനവന്റെ ഉപ്പയിലൂടെ ഒരു തലമുറയായി അവൻ ജനിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് ദീനിൽ നിലകൊള്ളുന്നവനും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഞാൻ എങ്ങനെ മുസ്ലിമായി? ഞാൻ എന്തിനു മുസ്ലിം ആകുന്നു? ഞാൻ യഥാർത്ഥ മുസ്ലിം ആയിട്ടുണ്ടോ? ഇസ്ലാമികപരമായ നിയമങ്ങളെ സംബന്ധിച്ചുള്ള എന്റെ അറിവ് എന്താണ് എന്നുള്ളത് ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. നമുക്ക് അവസരങ്ങൾ കൂടുതൽ ലഭിച്ചിട്ടുണ്ട്. കൂടുതൽ അറിയുന്നവരും കൂടുതൽ പഠിച്ചവരും നമ്മളായി മാറേണ്ടതുണ്ട്. നമ്മിൽ നിന്ന് മറ്റുള്ളവർക്ക് അത് കേൾക്കാനും പഠിക്കുവാനുമുള്ള അവസരങ്ങൾ ഉണ്ടായി തീരേണ്ടതുണ്ട്. അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്ന ഈ മതത്തിന്റെ പ്രസക്തിയും അതിന്റെ പ്രാധാന്യവും അതിന്റെ പ്രയോഗവൽക്കരണത്തിന്റെ വ്യത്യസ്തങ്ങളായ മാർഗങ്ങളെ സംബന്ധിച്ച് വളരെ കൃത്യമായ ആഴത്തിലുള്ള അറിവുള്ളവരായി മഅരിഫത്തുദ്ദീൻ, ഈ ദീനിനെ സംബന്ധിച്ചുള്ള കൃത്യമായ അറിവ് ആഴത്തിലും പരപ്പിലും വിശാലതയിലും ഉള്ള ആളുകളായി മാറുക എന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ അടയാളമാണ്, ലക്ഷണമാണ്. നാളെ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന്, നരകത്തിൽ നിന്ന് നമ്മുടെ മോചനത്തിനുള്ള മാർഗമാണ് മതത്തെ സംബന്ധിച്ചുള്ള അറിവ്. 14 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ലോകത്തേക്ക് പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇങ്ങോട്ട് പ്രവാചകന് കൈമാറപ്പെട്ട അനേകായിരം മനുഷ്യർ ഈ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി ഇന്നും നിലകൊള്ളുന്നു എന്നുള്ളത്, ആ മതം അതിന്റെ പൂർണ്ണതയിൽ വൈകല്യങ്ങളില്ലാതെ ആളുകൾ വ്യതിചലിച്ചിട്ടുണ്ട്, വ്യക്തികൾ വ്യതിചലിച്ചിട്ടുണ്ട്, സംഘങ്ങൾ വ്യതിചലിച്ചിട്ടുണ്ട്. മതം അതിൻ്റെതായ ശുദ്ധാവസ്ഥയിൽ നിലനിൽക്കുന്നു എന്നുള്ളത്, ഈ മതം അത് നിത്യപ്രസക്തമാണ് എന്നതിന്റെ ഏറ്റവും പ്രകടമായ അടയാളമാണ്. അത് പ്രാവർത്തികമാക്കുക എന്നുള്ളത് വിദ്യാസമ്പന്നൻ, ആധുനികനായ വിദ്യാസമ്പന്നനെ സംബന്ധിച്ചിടത്തോളം 1400 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന അറേബ്യയിലെ അക്ഷരജ്ഞാനമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം തുല്യമാണ് എന്നുള്ളത്. അന്ന് എങ്ങനെയാണ് അവന് ദീന് മനസ്സിലാക്കാൻ സാധിച്ചത്, ഇന്നും അതുപോലെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. രണ്ടുപേരിലേക്കും സ്യൂട്ടബിളായ ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു തത്വജ്ഞാനത്തെ അവതരിപ്പിച്ചു എന്നുള്ളത് സർവകാലജ്ഞാനിയായ അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതാണ് ഈ ദീൻ എന്നതിന്റെ ഏറ്റവും പ്രകടമായ തെളിവാണ്. ഇത് യാദൃശ്ചികമായി സംഭവിച്ചതല്ല. 1400 വർഷങ്ങൾക്ക് മുൻപ് ഗോത്ര സംസ്കൃതിയിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യ സമൂഹത്തിലേക്ക് ഇറക്കപ്പെട്ട ഒരു നിയമം, ആ നിയമം ഏറ്റവും അത്യന്താധുനികമെന്ന് വിശേഷിപ്പിക്കാവുന്ന AI ടെക്നോളജിയുടെ കാലഘട്ടത്തിലേക്ക് ഉയർന്നു വളർന്നു നിൽക്കുന്ന ഈ കാലഘട്ടത്തിലേക്കും ആ നിയമം പര്യാപ്തമാണ് എന്നുള്ളത് അത് യാദൃശ്ചികമല്ല, അത് ബോധപൂർവമുള്ള അള്ളാഹുവിന്റെ അവതീർണതയാണ്, അള്ളാഹുവിങ്കിൽ നിന്ന് ലഭ്യമായതാണ് എന്നതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എവിടുന്ന തുടക്കം? അത് അള്ളാഹുവിങ്കിൽ നിന്നുള്ളതാണ്. തൻസീലുൽ കിതാബ് ലാ റൈബ ഫീഹ്. തൻസീലുൽ കിതാബ്, ഈ ഗ്രന്ഥത്തിന്റെ ഇറക്കം, ദീനിന്റെ ഇറക്കം എന്ന് പറയുന്നത് ലാ റൈബ ഫീഹി, അതിലൊരു സംശയവുമില്ല, അതിലൊരു ശക്കുമില്ല. മിർ റബ്ബിൽ ആലമീൻ, സൂറത്തു സജ്ദയുടെ 2ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അല്ലാഹുവിങ്കിൽ നിന്ന് അത് ആരാ ഏറ്റെടുത്തത്? റബ്ബിന്റെ അടുക്കൽ ഏറ്റവും ഉന്നത സ്ഥാനീയനായ അനുസരണയുള്ള ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമാണ് അല്ലാഹുവിങ്കിൽ നിന്ന് ഇത് സ്വീകരിക്കുന്നത്. എന്നിട്ട് അത് താഴേക്ക് ഇറങ്ങി വന്ന് അത് പ്രവാചകന്റെ കൈകളിലേക്ക്, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ മനസ്സിലാക്കിയത്. ആ പ്രവാചകന്റെ ഓരോ മൊഴികളും, ആ പ്രവാചകന്റെ ദീനിയായ ഓരോ പെരുമാറ്റങ്ങളും സംസാരങ്ങളും ഇടപാടുകളും എല്ലാം അത് പ്രവാചകൻ എന്തെന്ന് പറയുന്നത് വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഇല്ല എന്നുള്ള ഒരു തിരിച്ചറിവ്. ആ പ്രവാചകൻ എങ്ങാനും വഹയല്ലാത്തത് ഒന്ന് കൂട്ടിക്കലർത്തി പറഞ്ഞിരുന്നുവെങ്കിൽ എന്താ സംഭവിക്കാം? അല്ലാഹു പറയുന്നുണ്ട് സൂറത്ത് ഹാഖയിൽ 69-ാം അധ്യായം സൂറത്ത് ഹാഖയുടെ 44, 45, 46 ആയത്തുകളിൽ അദ്ദേഹം നാം നൽകിയ വഹയിന്റെ പുറത്തേക്ക് പുതുതായ വല്ല വാക്കുകളും കൂട്ടിക്കലർത്തി പറഞ്ഞിരുന്നുവെങ്കിൽ
മിൻഹു ബിൽ യമീൻ, നമ്മുടെ വലതുകരം കൊണ്ട് അദ്ദേഹത്തെ പിടിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവനാഡിയെ നാം അറുത്തു കളയുമായിരുന്നുവെന്ന വഹിയിനകത്ത് തന്റേതായ ഒരു വാക്കോ തന്റേതായ ഒരു ആശയമോ കലർത്തിക്കൊണ്ടുള്ള ഒരു സംസാരം പ്രവാചകന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ആ പ്രവാചകൻ ജീവിച്ചിരിക്കുമായിരുന്നില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ സാക്ഷീകരിക്കുന്നത്. ആ പ്രവാചകനെ അള്ളാഹ് വിമർശിച്ചിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ. പ്രവാചകന്റെ ചില നടപടിക്രമങ്ങളിൽ ചില അബദ്ധങ്ങൾ സംഭവിച്ചപ്പോൾ ആ അബദ്ധങ്ങൾ വഹിയായി വന്നിട്ടുണ്ട്. എന്നെ വിമർശിച്ച മോശമായ ഒരു അവസ്ഥ ഞാൻ എന്റെ ബയോഗ്രഫി എഴുതുമ്പോൾ, എന്റെ ജീവചരിത്രം എഴുതുമ്പോൾ ഞാൻ അതിനകത്ത് മറച്ചു വെക്കാൻ ശ്രമിക്കും. ഒരാളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അയാളുടെ ഏറ്റവും നല്ല വശങ്ങൾ മാത്രം, ഞാൻ ഇന്ന ആളാണ്, ഞാൻ മോശക്കാരനാണ്, എന്റെ അടുത്ത് ഇന്ന ദുസ്വഭാവങ്ങൾ ആരും പുറത്തു പറയും. പ്രവാചകനെ വിമർശിച്ച വചനങ്ങൾ, പ്രവാചകൻ തേൻ കുടിച്ചപ്പോ ഞാൻ ഇനി തേൻ കുടിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോ നാം ഹലാലാക്കിയത് താങ്കൾ എങ്ങനെ ഹറാമാക്കുമെന്ന സൂറത്തു തഹരീമിന്റെ 1-ാമത്തെ ആയത്തിൽ എന്ന് പറഞ്ഞു. ഒരു സൂറത്തിനുള്ള പേര് കൊടുത്തത് തഹരീം എന്ന്. അത് പ്രവാചകനെ വിമർശിച്ചുകൊണ്ടിറങ്ങിയ സൂറത്താണ്. പ്രവാചകന്റെ നടപടിക്രമം അബദ്ധമായി പോയി. പ്രവാചകന്റെ കാഴ്ചപ്പാടിൽ അത് ശരിയാണ്, പക്ഷെ അതിനേക്കാൾ വലിയ ശരിയായിരുന്നു ദീനിന്റെ നിയമം എന്ന് പറയുന്നത്. അബസ, ഒരു സൂറത്തിന്റെ പേര് അബസ. നെറ്റി ചുളിച്ചു. ആരെ ചുളിച്ചത്? റസൂലുള്ളയാണ് ചുളിച്ചത്. നെറ്റി ഇങ്ങനെ ചുളിവ് വരുമാറ് തന്നിലേക്ക് കടന്നു വന്ന ആ സാന്നിധ്യത്തെ ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ അല്പം ഒരു പരുഷതയോടുകൂടി പ്രവാചകൻ പെരുമാറിയപ്പോൾ മുഖം ചുളിച്ചിരിക്കുന്നു, അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പ്രവാചകനെ വിമർശിച്ചു. തബൂക്കിലേക്കുള്ള യാത്രാമധ്യേ യാത്രക്കുള്ള ഒരുക്കമുണ്ടായപ്പോ വീട്ടിൽ നിന്ന് ആളുകൾ ഒരുപാട് വന്ന് എക്സ്ക്യൂസ് ചോദിച്ചു. പ്രവാചകൻ എക്സ്ക്യൂസ് ചോദിച്ചവർക്കൊക്കെ പ്രവാചകൻ ഇളവ് കൊടുത്തു. താങ്കൾ എന്തിനവർക്ക് അനുവാദം കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകനെ വിമർശിക്കുന്നത് സൂറത്ത് തൗബയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ വേദഗ്രന്ഥം എന്ന് പറയുന്നത് പ്രവാചകന്റേതല്ല, ദീൻ എന്ന് പറയുന്നത് പ്രവാചകന്റേതല്ല, അത് അള്ളാഹുവിന്റേതാണ് എന്നുള്ളതിന്റെ വളരെ പ്രകടമായ തെളിവുകൾ. ആ മതം അതിന്റെ നിയമങ്ങൾ പ്രധാനമായും 3 തരത്തിലാണ്. ഒന്ന്, അത് ലറൂരിയാത്ത്, വളരെ അനിവാര്യമായവ, മതത്തിന്റെ ഫൗണ്ടേഷൻ, അതിന്റെ ബേസ്മെന്റ്, അതിന്റെ അടിത്തറയായ കാര്യങ്ങൾ ഈമാനിൽപ്പെട്ടത്, വിശ്വാസപരമായ കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഏതൊക്കെയാണത്? അത് അറിയണം. അത്രേ ഖുതുബയിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ദീനിന് ലറൂരിയാത്തായ ഒരു മേഖലയുണ്ട്. തന്റെ ദീനിനെ പൊളിഞ്ഞു പോകാൻ പാടില്ലാത്ത വിധം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ദീൻ എന്ന് പറയുമ്പോൾ ബുനിയൽ ഇസ്ലാം, ഇസ്ലാം നിർമ്മിക്കപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ ഹദീസിൽ. ഒരു വീടിനോട് ഉപമിച്ചാൽ അതിന്റെ അടിത്തറ വിശ്വാസപരമായ മേഖലയാ. ആ വിശ്വാസപരമായ മേഖലയിലുള്ള അറിവ് അത് ദീനിനെ കുറിച്ചുള്ള അറിവാണ്. രണ്ടാമത് അവശ്യമായവ, നിർബന്ധമായവ, ഹജ്ജിയാത്തുകൾ, അത് ഈ വീടിന്റെ ചുമരും വാതിലും ജനലും ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ്. ഒരാൾ ഫൗണ്ടേഷൻ ശരിയാക്കാതെ ചുമര് കെട്ടിയാൽ അത് പൊളിഞ്ഞ് തകർന്നു വീഴും. ഈ പള്ളിയിൽ ഇരിക്കുന്ന ഖുതുബ കേൾക്കുന്ന എത്ര ആളുകളുടെ കൈത്തണ്ടയിൽ, കാൽത്തണ്ടയിൽ, കഴുത്തിലൊക്കെ കറുത്ത നൂലുകൾ ബന്ധിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞത് മൻ അല്ലക തമീമൻ ഫഹുവ അശ്റക, അവൻ ശിർക്ക് ചെയ്തുവെന്ന്. ഒരാള് ഏലസ് ബന്ധിച്ചു കഴിഞ്ഞാൽ രോഗമുണ്ട്, പനിയുണ്ട്, വ്യാപകമാണ് പനി. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസങ്ങളിൽ നിന്ന് എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പകർച്ചവ്യാധികൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന നാട്ടിൽ ദുരന്തങ്ങളിൽ നിന്ന് അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. പനി വന്നാൽ എന്താ ചെയ്യേണ്ടത്? അതിന് ചികിത്സിക്കണം, അതിന് റബ്ബിനോട് പ്രാർത്ഥിക്കണം. ആ ഒരു രോഗത്തിന് വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം നൂലുകളിലേക്ക്, മന്ത്രങ്ങളിലേക്ക്, ഏലസുകളിലേക്ക് മടങ്ങുന്ന ആളുകൾ അവനവന്റെ ദീനിന്റെ ഫൗണ്ടേഷനെയാണ്, അതിന്റെ അടിത്തറയാണ് അവൻ തകർത്ത് കളയുന്നത്. എന്നിട്ട് അവൻ പള്ളിയിൽ വന്ന് നിസ്കരിക്കാം. നിസ്കാരം അത് ചുമരട്ടല്ല, തറ ശരിയാവാതെ ചുമരറ്റെ പൊളിഞ്ഞ് താഴേക്ക് വീഴും, പിന്നെ ഒന്നും ഉണ്ടാവില്ല. അവൻ ധാരാളം കർമ്മങ്ങൾ ചെയ്യുകയും അഖീദ ശരിയാകാതിരിക്കുകയും ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അവൻ റബ്ബല്ലാത്ത ആളുകളിലേക്ക് പോകും. രോഗം മാറാതിരിക്കുമ്പോ ഒരു കേന്ദ്രത്തിൽ പോകും, അവിടെ നിന്ന് മാറില്ല അടുത്ത കേന്ദ്രത്തിലേക്ക് പോകും. സന്താനങ്ങൾ ലഭ്യമാകാതിരിക്കുമ്പോ ഒരു കേന്ദ്രത്തിൽ ചെന്ന് ചോദിക്കും, അവിടെ നിന്ന് ലഭ്യമാകാതിരിക്കും അടുത്ത കേന്ദ്രത്തിലേക്ക് പോകും. പോയി ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പോയി തുലാഭാരം നടത്തുന്ന ആളുകളായി ഈ സമൂഹത്തിന്റെ നാമധാരികളായ ആളുകൾ എന്തുകൊണ്ട് മാറുന്നു? അവന് ഈ ദീനിന്റെ ലറൂരിയായ ഹജ്ജിയാത്തായിട്ടുള്ള മേഖലകളെ കുറിച്ചുള്ള അറിവിന്റെ അപര്യാപ്തതയാണ്. മൂന്നാമതൊരു മേഖലയുണ്ട് ദീനിൽ, അത് അലങ്കാരങ്ങളാ, തഹ്സീനിയാ, സുന്നത്തുകൾ,
അധികരിച്ച സുന്നത്ത് നമസ്കാരങ്ങൾ, അധികരിച്ച ദാനധർമ്മങ്ങൾ, അധികരിച്ചുള്ള ദിക്റുകൾ, ദുആകൾ, അതുകൊണ്ട് ഈ ഇങ്ങനെ പോളിഷ് ചെയ്ത, നന്നായി പെയിന്റ് അടിച്ച് ഡെക്കറേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സൂപ്പർ വീടായി ദീനിനെ ഉപമിച്ചു കഴിഞ്ഞാൽ 3 മേഖലകൾ. ഈ മേഖലകൾ അറിയാതിരുന്നാൽ, നന്നായി ചുമരെട്ടി പെയിന്റ് അടിച്ച് തറല്ലാതിരുന്നാല്, തറ ശരിയാക്കാതെയുള്ള മറ്റുള്ള പ്രവർത്തനങ്ങൾ, ഇത് പരസ്പരം പൂരകമായി നിലനിൽക്കേണ്ടതാണ്. ഒരു പെയിന്റ് ചെയ്യാത്ത, പ്ലാസ്റ്ററിങ് ചെയ്യാത്ത ഒരു വീട്, ആ വീടും നന്നായി പെയിന്റ് അടിച്ചുള്ള ഒരു വീടും തമ്മിലുള്ള ആകർഷണീയത എങ്ങനെ ഉണ്ടായിരിക്കും? അതെയാണ് തഹ്സീനാത്തുകൾ കൊണ്ട്, നന്മകൾ കൊണ്ട്, ബിറുകൾ കൊണ്ട്, ദിക്റുകൾ കൊണ്ട്, ദുആകൾ കൊണ്ട്, സ്വതക്കാത്തുകൾ കൊണ്ട് ഇതിനെ സമ്പുഷ്ടീകരിക്കേണ്ടത്. ഇത് 3 തമ്മിലുള്ള തിരിച്ചറിവ് ഇല്ലാതിരിക്കുക, ശരിയേത് തെറ്റേതെന്ന് അറിയാതിരിക്കുക, വാജിബേത് സുന്നത്തേത് എന്ന് അറിയാതിരിക്കുക. ബാങ്ക് വിളിക്കുന്ന സമയത്ത് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഖതീബ് അവിടെ ഇരിക്കുക, ബാങ്ക് വിളിക്കുക, ആളുകൾ സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുക, ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അമലിന്റെ മേഖല. ഇൻഷാ അല്ലാഹ് ഭാഗത്തേക്ക് വരാം. ഇൽമു കഴിഞ്ഞിട്ട് വേണം അമല്. ഖുതുബ ശ്രവിക്കൽ വാജിബാകുന്നു, ഹുക്മാണ്. ബാങ്കിനോട് പ്രതികരിക്കലോ, ഇത് സുന്നത്താ. എന്താ ചെയ്യുക? വളരെ പെട്ടെന്ന് 2 റക്അത്ത് നിസ്കാരം പൂർത്തീകരിച്ച് ഖതീബ് ഇമാം എഴുന്നേറ്റ് നിൽക്കുമ്പോഴേക്ക് എന്ന് സൂറത്ത് ജുമഅയിൽ പറഞ്ഞ്, ആ ദിക്ർ എന്ന് പറഞ്ഞത് ഖുതുബയാണ്. അവിടെ ഇമാമിന്റെ വായനയാണ് നിങ്ങൾ ധൃതികാണിച്ച് ശക്തമായ പരിശ്രമം അവിടെ പ്രകടിപ്പിക്കണമെന്ന് നെസ്സായി കൊണ്ട് ഖണ്ഡിതമായി ഖുർആൻ പഠിപ്പിച്ചതാ. എത്രയോ തവണ, 100 കണക്കിന് തവണ ഈ മെമ്പറിന് പോകുന്ന കഴിഞ്ഞ 6-7 വർഷത്തിന്റെ ഉള്ളിൽ ആവർത്തിച്ച് പറഞ്ഞ ജുമഅക്ക് നേരത്തെ വരിക എന്നുള്ളൂ. എന്തുകൊണ്ട് മനസ്സിലാക്കാതെ പോയ ആളുകൾ, മനസ്സിലായിട്ട് പ്രാവർത്തികമാക്കാതെ പോയ ആളുകൾ ദീൻ എന്താണ് എന്ന് അറിയുന്നില്ല. അതിന്റെ അടിസ്ഥാനം ഏതാണ്, അതിന്റെ വാജിബാത്തുകൾ ഏതാണ്, അതിന്റെ അലങ്കാര മേഖലകൾ ഏതാണ്, എന്തിനു വേണ്ടിയാണ് ദീനി നിയമങ്ങൾ, അതറിയാത്ത ആളുകൾ. ചില ആളുകൾ ദീനിനെ വിമർശിക്കും, ദീനിനെ വലിയ വിമർശിച്ച് ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ട് നടക്കുന്ന ആളുകൾ കാണാൻ സാധിക്കും. ദീൻ എന്ന് പറയുന്നത് അത് ദീനിലെ നിയമങ്ങൾ മതത്തെ സംരക്ഷിക്കാനുള്ളതാണ്. വേദഗ്രന്ഥം ഇറക്കിയത്, പ്രവാചകന്മാരെ ഇറക്കിയത്, ദീനി നിയമങ്ങൾ പഠിപ്പിക്കപ്പെട്ടത് ഈ മതത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി. ഈ അങ്ങനെ ഇറക്കപ്പെട്ട നിയമങ്ങൾ ശരീരത്തെ സംരക്ഷിക്കുവാനുള്ളതാണ്. ശരീരം ഡാമേജ് ആകാൻ പാടില്ല. ആരോഗ്യമുള്ളവനായിരിക്കണം വിശ്വാസം. അവന് നമസ്കരിക്കാൻ സാധിക്കണമെങ്കിൽ, അവന് നോമ്പെടുക്കാൻ സാധിക്കണമെങ്കിൽ, അവന് ഹജ്ജ് ചെയ്യാൻ സാധിക്കണമെങ്കിൽ, അവന് സകാത്ത് കൊടുക്കണമെങ്കിൽ അവൻ അധ്വാനിക്കേണ്ടതുണ്ട്. അധ്വാനിക്കാൻ അവന് കച്ചവടം ചെയ്യാനും ഓടാനും ചാടാനും അവർക്ക് ഒരു വലിയ ശാരീരികമായ അധ്വാനമുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടണമെങ്കിൽ ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ മദ്യപിക്കരുത്. ദീനിലെ നിയമം മദ്യപിക്കരുത് എന്ന നിയമം എന്തിനാന്ന് അറിയണം. അത് അറിയാത്തവൻ വിമർശിക്കും. എന്താ എപ്പോഴെങ്കിലും ഒരു ടൂറൊക്കെ പോകുമ്പോ ഒരു ചെറിയൊരു സ്മോളൊക്കെ അടിച്ചപ്പോ എന്താ പ്രശ്നം എന്നൊരു മുസ്ലിം നാമധാരി ചോദിക്കുന്നുവെങ്കിൽ ഒരു ദീനിന്റെ അടിസ്ഥാനം അറിയില്ല. വ്യഭിചരിക്കരുത് എന്നും വ്യഭിചാരത്തെ സമീപിക്കരുത് എന്നും അവന്റെ ശരീരത്തിനാണ് അതിന്റെ ഡാമേജ്. ശരീരത്തെ സംരക്ഷിക്കുവാനുള്ളതാണ് ദീനിന്റെ നിയമം എന്ന് പറയുന്നത്. ബുദ്ധിയെ സംരക്ഷിക്കുവാനുള്ളതാണ് ദീനിന്റെ നിയമം എന്ന് പറയുന്നത്. സമ്പത്തിനെ സംരക്ഷിക്കുവാനുള്ളതാണ് ദീനിന്റെ നിയമം എന്ന് പറയുന്നത്. കുടുംബത്തെ സംരക്ഷിക്കാൻ 5 കാര്യങ്ങളെ സംരക്ഷിക്കാൻ ഇസ്ലാമിന്റെ മുഴുവൻ നിയമങ്ങളും. ഇസ്ലാമിലൊരു നിയമമുണ്ടോ അത് ഈ സമൂഹത്തിന്റെ സാമ്പത്തികമായ, കുടുംബപരമായ, ശാരീരികമായ, മതപരമായ, ബുദ്ധിപരമായ സംരക്ഷണത്തിന് വേണ്ടി റബ്ബുണ്ടാക്കിയതാണ്. അത് മനസ്സിലാക്കുന്നവൻ, അറിഞ്ഞവൻ അവൻ വിമർശിക്കുകയില്ല, അവനത് ബോധ്യപ്പെടും, അവന്റെ സമീപത്തു കൂടി അവന് പോവുകയില്ല. പലിശ തുടരുതെന്ന് പറഞ്ഞത് എന്തിനാ? ഈ സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. പലിശക്ക് പണമെടുത്തവൻ അവൻ എവിടേക്ക് എത്തും? ആത്മഹത്യയിലേക്ക് എത്തും. അവന്റെ ഭാര്യ വിധവയായി തീരും, അവന്റെ മക്കൾ അനാഥരായി തീരും. ഒരു വലിയ സാമൂഹിക ദുരന്തമാണ് അതിന്റെ ഫലമായി ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ആവർത്തിച്ചു പറഞ്ഞത് ഈ മതത്തിന്റെ നിയമം കൃത്യമായി പാലിക്കപ്പെടാത്ത ആളുകൾ, അതിനെ വിമർശിക്കുന്ന ആളുകൾ, വിമർശന ബുദ്ധിയോടുകൂടി കാണുന്ന ആളുകൾ എന്തുകൊണ്ട് മതത്തിന്റെ നിയമങ്ങൾ എന്ന കൃത്യമായ ഒരു അറിവ് ഉണ്ടാക്കി വെക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. നേട്ടത്തെക്കുറിച്ചും അറിയണം. എന്താ നിസ്കരിച്ചാലുള്ള നേട്ടം? അത് പരലോകത്തെ പ്രതിഫലമാണ്. ആ വിശ്വാസം ഉറക്കാത്ത ആളുകൾ ഒരാരും ഇവിടെ ഉണ്ടാവില്ല. ആരും വെള്ളിയാഴ്ച ചുമ്മാക്കി നേരത്തെ കയറി വരില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ വെച്ചുകൊണ്ടാണ് അതിന്റെ പ്രതിഫലം. ചില കർമ്മങ്ങൾക്ക് ഇവിടെ നേട്ടം ഉണ്ടാകും. മദ്യപിക്കാതിരുന്നാൽ ആരോഗ്യം സുരക്ഷിതമായിരിക്കും, അവന്റെ സമ്പത്ത് സുരക്ഷിതമായിരിക്കും, അവന്റെ കുടുംബ ബന്ധം സുരക്ഷിതമായിരിക്കും. പ്ലസ് അതിന്റെ കൂടെ അവന് ആഖിറത്തിൽ അതിൻ്റെതായ നേട്ടങ്ങളും ലഭിക്കും. അതുകൊണ്ട് ചില കാര്യങ്ങൾ അതിന്റെ ഹുക്ം അറിയുമ്പോ എന്തിനാ അങ്ങനെ എന്ന് മനസ്സിലാക്കുമ്പോ ഇസ്ലാമിന്റെ ശിക്ഷാവിധികൾ
പലപ്പോഴും വിമർശന വിധേയമാകുന്ന ഒരു മേഖലയാണ് ഇസ്ലാമിന്റെ ശിക്ഷാ നിയമങ്ങൾ, കാടൻ നിയമങ്ങൾ, ഗോത്ര സംസ്കാരത്തിലെ നിയമങ്ങൾ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുന്ന ആളുകൾ. ഒരാളൊരു തെറ്റ് ചെയ്താൽ ഇന്നുള്ള ശിക്ഷയും ഇസ്ലാമിന്റെ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ശിക്ഷാരീതികളും ഇസ്ലാമിന്റെ ശിക്ഷാരീതികളും നമ്മളൊന്ന് താരതമ്യം ചെയ്ത് പഠന വിധേയമാക്കേണ്ടത്. തെറ്റ് ചെയ്തവനോട്, ആ വ്യക്തിയോട് ആ തെറ്റിനുള്ള ഒരു പ്രതികാരം ആ ശിക്ഷയിൽ ഉൾക്കൊള്ളേണ്ടതുണ്ട്. തെറ്റുകളെ തടയാൻ ആ ശിക്ഷാ നിയമങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. ആ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ ആ ശിക്ഷാ നിയമങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. ആ തെറ്റിന് വിധേയരായി പോയ ആളുകളോട് കരുണ കാണിക്കേണ്ടതുണ്ട്. അവർക്ക് നഷ്ടപരിഹാരം ലഭിക്കേണ്ടതുണ്ട്. ഇതാണ് ഇസ്ലാമിലെ ശിക്ഷാ നിയമങ്ങൾ. കൈ കട്ടവന്റെ കൈ വെട്ടണം ഇസ്ലാമിൽ. ആ നിയമം കാടൻ നിയമമാണ്. ഒരു മനുഷ്യൻ ജീവിത ആയുസ് മുഴുവൻ 10, 25, 30 വർഷക്കാലം അധ്വാനിച്ച് പ്രയാസപ്പെട്ട് മലരാരണ്യത്തിൽ പോയി, വിദേശങ്ങളിൽ പോയി ജോലി ചെയ്ത് മറ്റുള്ളവന്റെ ആട്ടും തുപ്പും ചവിട്ടും അനുഭവിച്ച് അവൻ ഒരു മകളുടെ വിവാഹത്തിന്, ഒരു വീട് നിർമ്മാണത്തിന് വേണ്ടി സ്വരുക്കൂട്ടി വെച്ച പണം അവന്റെ ഷെൽഫ് കുത്തി തുറന്ന് രാത്രി പോയി മോഷ്ടിച്ച് മറ്റൊരുത്തൻ എടുത്തു പോയി കഴിഞ്ഞാൽ ഇവിടെ ഇസ്ലാം ഇരയുടെ കൂടെയാണ്. അവനോട് കരുണ കാണിക്കേണ്ടതും അവൻ അത്തരമൊരു പ്രവൃത്തി ജീവിതത്തിൽ ഇനി ആവർത്തിക്കാതിരിക്കാൻ അവന്റെ കൈ വെട്ടിനീക്കും. അത് പരസ്യമായി നിർവഹിക്കണമെന്ന്. എന്തിനാ? 100 ആൾ കാണുക ഇത് ചെയ്താൽ ഞാൻ കട്ടാൽ ഫലം ഇതായിരിക്കുമെന്ന് തിരിച്ചറിവുണ്ട്. 100 ആളുകൾ പിന്നീട് കക്കാതിരിക്കുവാൻ, മോഷ്ടിക്കാതിരിക്കുവാൻ. ഇസ്ലാമിലെ ഏത് നിയമങ്ങളും അങ്ങനെയാണ്. ആ നിയമങ്ങളെ അപരിഷ്കൃതമെന്ന് നമ്മൾ വായിക്കുന്നു. പക്ഷേ റബ്ബിന്റേതാണ് നിയമങ്ങൾ. ഇസ്ലാമിക സമൂഹത്തിന്റെ ഉള്ളിലെ അംഗങ്ങളായി നിലനിന്നുകൊണ്ട് ഇസ്ലാമിലെ ഇത്തരത്തിലുള്ള ഹുദൂദുകളെ, ഹദ്ദുകളെ, ശിക്ഷാ നിയമങ്ങളൊക്കെ വിമർശിക്കുകയും വലിയ വലിയ ലേഖനങ്ങൾ എഴുതി സമൂഹത്തിലെ ഇസ്ലാമിന്റെ പ്രതിനിധികളായി രംഗപ്രവേശം ചെയ്യുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ യാഥാർത്ഥ്യത്തെ അറിയേണ്ടതുണ്ട് എന്നാണ് ഖുതുബയുടെ സന്ദേശം. എന്തിന് ഇസ്ലാമിലെ ശിക്ഷാപരമായ നിയമം? പ്രായോഗികത നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഇസ്ലാം പഠിപ്പിച്ച ഏതെങ്കിലും ഒരു നന്മ അത് പ്രയോഗവൽക്കരിക്കാൻ ബുദ്ധിമുട്ടുള്ളതാകുന്നു. ആദ്യം ചെയ്യേണ്ടത് എന്താ? നിസ്കാരം. 5 നേരം കൃത്യമായിട്ട് നിസ്കരിക്കുന്ന ആർക്കെങ്കിലും ഇന്നേ വരെ അതൊരു ഭാരമായി അനുഭവപ്പെട്ടു? അള്ളാഹു ആയുസ് തന്ന 24 മണിക്കൂറിൽ നിന്ന് 1 മണിക്കൂർ വേണ്ട 5 നേരത്തെ നിർബന്ധമായ നമസ്കാരം. അള്ളാഹു അനുവദിച്ച ആയുസ്സും അവൻ തന്നെ കണ്ണും അവൻ തന്നെ കാതും അവൻ തന്നെ ഹൃദയങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവൻ സമ്പാദിക്കുന്ന അള്ളാഹുവിന്റെ ഭൂമിയിൽ ജീവിച്ച് റബ്ബിന്റെ വെള്ളം കുടിച്ച് വായു ശ്വസിച്ച് പ്രകാശം അനുഭവിച്ച് എല്ലാ അനുഭവങ്ങളും അനുഭവിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ അവന് ലഭ്യമായ സമ്പാദ്യത്തിൽ നിന്ന് അവന്റെ സർവമാന ചിലവുകളും കഴിച്ച് ബാക്കി നീക്കിയിരിപ്പിൽ നിന്ന് കേവലം 2.5% മാത്രം സകാത്ത് നൽകാൻ പറയുന്നു എന്നത് വളരെ 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 ലളിതമായ ഒരു പ്രക്രിയയാണ്. ആരോഗ്യം കൊണ്ട് യോജിക്കുന്നുണ്ടെങ്കിൽ, അവന് ശരീരം കൊണ്ട് ആരോഗ്യവും വഴിയും സമ്പത്തും കൊണ്ട് യോജിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു മനുഷ്യന്റെ മേൽ ഹജ്ജ് നിർബന്ധമായിട്ടുള്ളത്. അത് ഇസ്ലാമിന്റെ സർവമാന ആരാധനാ കർമ്മങ്ങളും പ്രായോഗികമാണ് എന്നൊരു അറിവ് നമുക്കുണ്ടാവണം. ഇസ്ലാം വിരോധിച്ച കാര്യങ്ങൾ പ്രയോഗവൽക്കരിക്കാൻ എന്താ ബുദ്ധിമുട്ടുള്ളത്? മദ്യപിക്കാതെ ജീവിക്കാൻ, വ്യഭിചരിക്കാതെ ജീവിക്കാൻ, കളവ് പറയാതെ ജീവിക്കാൻ, പലിശയെ സ്പർശിക്കാതെ ജീവിക്കാൻ സാധിക്കുമെന്നുള്ളത് നിർബന്ധമായ ഒരു സാഹചര്യത്തിൽ എന്നെ നിർബന്ധിപ്പിച്ചു, പലിശ വാങ്ങിപ്പിച്ചു, നിർബന്ധിച്ച് വ്യഭിചരിപ്പിച്ചു അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ തീരുമാനിക്കാൻ, നമ്മൾ എന്ത് മനസ്സിലാക്കുന്നു, ആ മനസ്സിലാക്കിയതനുസരിച്ചുകൊണ്ട് നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നു എന്നുള്ളിടത്താണ് ഞാൻ പറഞ്ഞു വന്നത്. ദീനിനെ അറിയണം, അതിന്റെ വിധികളെ അറിയണം, അതിന്റെ വിലക്കുകളെ അറിയണം, അതിന്റെ ഹുക്കുമുകൾ, അഹ്കാമുകളുടെ ഘടകങ്ങളെ അറിയണം, അതിന്റെ പ്രായോഗികതയെ അറിയണം, അതിന്റെ നിയമങ്ങളുടെ നന്മയെ നമ്മൾ മനസ്സിലാക്കണം. ഒരു നന്മയായ ഒരു വിഷയം ഇസ്ലാമിൽ ഉണ്ടെങ്കിൽ അതിനെ ഇപ്പൊ സമൂഹം കഴിഞ്ഞ കൊല്ലം ജാർഖണ്ഡ്, അസം 2 സംസ്ഥാനങ്ങൾ ബഹുഭാര്യാത്വ നിരോധന നിയമം നടത്തി. ഓൾ ഇന്ത്യ ലെവലിൽ അത് നടപ്പിലാക്കാനുള്ള നടപടിക്രമങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട്. ഇസ്ലാം നിങ്ങളെല്ലാവരും 4 പെണ്ണിട്ടണം. ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമം. ഒരു വ്യക്തിക്ക് ആവശ്യമുണ്ടെങ്കിൽ 1-ലധികം വിവാഹം കഴിക്കാൻ ഇസ്ലാം പെർമിഷൻ കൊടുത്തിട്ടുണ്ട്, അനുവാദം. അതൊരു മോശമായ നിയമമാണ്, അത് അപ്രായോഗികമാണ്. ഇസ്ലാമിലെ കാരുണ്യത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ഒരു മേഖലയാണ് ബഹുഭാര്യത്വം അനുവദിച്ചു എന്നുള്ളത്. അത് ബയോളജിക്കല്, അത് ആ ഒരു ജീവശാസ്ത്രപരമായ ആണിന്റെയും പെണ്ണിന്റെയും സ്വഭാവവും അവന്റെ മനസ്സും അവന്റെ ലൈംഗിക ശാസ്ത്ര മേഖലയെ സംബന്ധിച്ച് പഠനം നടത്തിയ ആളുകൾ അത് കൃത്യമായി അത് ആവശ്യമാണ്, അനിവാര്യമാണെന്ന് പറയുന്നത്.
എന്റെ ഭാര്യയല്ലാത്ത മറ്റൊരു സ്ത്രീയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ എനിക്ക് താല്പര്യമില്ല, ഇഷ്ടമില്ല എന്നൊരു മനുഷ്യൻ, ഒരു പുരുഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ അവൻ എന്തെങ്കിലും മാനസികമായ തകരാറ്, ഒന്നുകിൽ അവന് മാനസികമായ എന്തോ തകരാറ്, അവനെ മെന്റൽ ഡോക്ടറെ കാണിക്കണം, സൈക്യാട്രിസ്റ്റിന്, അല്ലെങ്കിൽ അവന് ലൈംഗികപരമായ മേഖലയിൽ എന്തെങ്കിലും തകരാറ്, അല്ലെങ്കിൽ അവൻ പറഞ്ഞത് പച്ചക്കാവോ. ഇത് ജീവശാസ്ത്രപരമായി പുരുഷന്റെ മനസ്സിന് ഊട്ടപ്പെട്ടതാണ്. അത് തന്റെ ഭാര്യയിൽ നിന്ന് പൂർത്തീകരിക്കപ്പെടാൻ പോകുന്ന സമയത്ത് അവൻ തിന്മയിലേക്ക് പോകാതിരിക്കാൻ ഇസ്ലാം അവന് അനുവാദം കൊടുത്തൊരു മേഖല. എത്രയോ ആണിന്റെയും പെണ്ണിന്റെയും പോപ്പുലേഷൻ റേറ്റ് എപ്പോഴും പെണ്ണ് ഉയർന്നു നിൽക്കുമെന്നാണ്. സ്ത്രീ ശിശു ഭ്രൂണഹത്യയിൽ സയൻസ്, ശാസ്ത്രം, ആതുര മേഖല കൈവെക്കാതിരുന്നാൽ സ്ത്രീയുടെ അംഗസംഖ്യ ഉയർന്നു നിൽക്കും. പുരുഷനേക്കാൾ എണ്ണത്തിൽ കൂടുതലുള്ള സ്ത്രീകൾക്ക് അവർക്ക് കുടുംബ ജീവിതം ആവശ്യമില്ലേ? ശാരീരികമായ വൈകല്യങ്ങളാൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾ വിവാഹങ്ങൾ പലപ്പോഴും പ്രയാസങ്ങളായി മാറുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകൾ, ഒരു തൊലിയുടെ കളർ ഒന്ന് മങ്ങിയാൽ അതിന്റെ പേരിൽ വിവാഹങ്ങൾ വൈകുന്ന ആളുകൾ. അപ്പൊ പെൺകുട്ടികളുടെ അമ്മ പറയും, രണ്ടാം ഘട്ടമായാലും കുഴപ്പമുണ്ടാകുന്നില്ല, ഒരു കല്യാണം വന്നു കിട്ടിയ പേര് നന്നായിരുന്നു, ആഗ്രഹിച്ചു പോകുന്നു. ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാര മാർഗമാണ് ഇസ്ലാമിലെ ബഹുഭാര്യത്വം എന്ന് പറയുന്നത്. അത് നന്മയാണ്. അത് സർക്കാർ ഒരു നിയമം പാസ്സാക്കുമ്പോൾ ശരിയാണ്, അങ്ങനെ തന്നെയാണ് നിയമം വരേണ്ടത്. ഒരുപാട് സ്ത്രീകൾ രണ്ടാമത് വിവാഹം കഴിച്ചിട്ട് പ്രയാസം. രണ്ടാമതൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് അവളുടെ ഭർത്താവ് അവളെ ദ്രോഹിക്കുന്നുണ്ടെങ്കിൽ അവനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണം, ഏത് മതത്തിലായിരുന്നാലും ശരി. ഞാൻ പറഞ്ഞു വന്നത്, ഇസ്ലാമിലെ മുഴുവൻ നിയമങ്ങളും 100% അത് നന്മയിൽ അധിഷ്ഠിതമാണ് എന്ന അറിവ് നമുക്കുണ്ടാവണം. അപ്പോഴാണ് നമ്മൾ ദീനിന്റെ ആളുകളായി മാറുകയുള്ളൂ. അപ്പോഴേ ദീന് നമുക്ക് അമലിലേക്ക്, ദഅവത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണമെങ്കിൽ കൃത്യമായ ഒരു അറിവ് അല്ലാഹുവെ സംബന്ധിച്ചുണ്ടാവണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചുണ്ടാവണം, ദീനി നിയമങ്ങളെ സംബന്ധിച്ചുണ്ടാവണം. കൃത്യമായി ദീനിന്റെ സർവമാന മേഖലകളെ സംബന്ധിച്ചും അറിവ് കരസ്ഥമാക്കിക്കൊണ്ട് തദനുസരിച്ചുകൊണ്ടുള്ള അമലുമായി മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി. الحمد لله حمدا كثيرا طيبا مباركا فيه كما ربنا ويرضاه، والصلاة والسلام الأتمان الأكملان الأدومان خاتم الأنبياء والمرسلين محمد آله وصحبه أجمعين. يا أيها الناس أوصيكم وإياي ثانيا بتقوى الله. പ്രിയമുള്ള സഹോദരങ്ങൾ, അല്ലാഹുവെ ഭയപ്പെട്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. മഴ മൺസൂൺ സീസണിലാണ് നമ്മളുള്ളത്. പലപ്പോഴും മഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സവിസ്തരം ഓരോ സീസൺ വരുന്ന സമയത്തും ഖുതുബകളിലൂടെ പറഞ്ഞ വിഷയമാണ്. ഒറ്റ കാര്യമാണ് ഓർമ്മപ്പെടുത്താനുള്ളത്: പ്രാർത്ഥന കൈവിട്ടു പോകരുത്. മഴയില്ലാതിരുന്നാൽ പ്രാർത്ഥിക്കാൻ റസൂലുള്ളാഹി പ്രാർത്ഥന പഠിപ്പിച്ചു. മഴ പെയ്തുകൊണ്ടിരിക്കെ അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, റബ്ബേ നാഫിആയ മഴയെ ഞങ്ങൾക്ക് നീ വർഷിപ്പിച്ചു തരാണ്. അല്ലാഹുവിന്റെ ഏതൊരു റഹ്മത്തും അതൊരു ഫിത്നയായി, പരീക്ഷണമായി, അദാബായി കൊണ്ടൊക്കെ പലപ്പോഴും തിരിഞ്ഞു വരും. അതുകൊണ്ട് മഴയും നമുക്കൊരു ഉപകാരപ്രദമാവാനുള്ള പ്രാർത്ഥന വിശ്വാസി സമൂഹം കൈവിട്ട് പോകും. മഴ അങ്ങനെ പെയ്ത് പൂർത്തിയായാൽ അള്ളാഹിന്റെ റഹ്മത്ത്, അള്ളാഹുവിന്റെ ഫضല് ഞങ്ങൾക്ക് ലഭ്യമായി, ഞങ്ങൾ ഫضല് കൊണ്ട്, റബ്ബിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾക്ക് മഴ ലഭിച്ചു എന്ന് പ്രാർത്ഥന. മഴ അധികമായാലുള്ള പ്രാർത്ഥന, അതും പ്രവാചക ജീവിതത്തിന്റെ ഏതൊരു സാഹചര്യത്തിലും അള്ളാഹുവുമായുള്ള ദുആയിലൂടെയുള്ള ഒരു അറ്റാച്ച്മെന്റ്, ഒരു ശക്തമായ ബന്ധം അത് നമ്മൾ സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആ ഒരു മേഖല ശ്രദ്ധിക്കണമെന്ന് എൻ്റെ സഹോദരങ്ങൾ ഓർമ്മപ്പെടുത്തുകയും. രണ്ടാമത് സൂചിപ്പിക്കുവാനുള്ളത്, മഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളീയ സാഹചര്യത്തിൽ പകർച്ചവ്യാധികളും രോഗങ്ങളും ഒക്കെ വ്യാപകമാകുന്ന കാലം. ന്യൂസുകളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിവരമാണ്. പനി വ്യാപകമാകും, പലതരത്തിലുള്ള പനികൾ രൂപം. അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. വീടുകൾ, അടുക്കളകൾ, ടോയ്ലറ്റുകൾ, കുട്ടികൾ കളിക്കുന്ന കളിസ്ഥലങ്ങൾ ഒക്കെ ഒരു ശുചീകരണം വിശ്വാസിയുടെ മുഖമുദ്രയായി കൊണ്ട് നിലനിൽക്കേണ്ടതാണ്. വൃത്തിയെന്ന് എല്ലായിടത്തും മൂത്രമൊഴിച്ചാൽ കഴുകാൻ പഠിപ്പിച്ചതാണ്. കുട്ടികൾ കഴുകാതെ എണീറ്റ് ഓടുമ്പോൾ അവരെ വിളിച്ചു വരുത്തി കഴുകി കൊടുത്ത്
കഴുകി ശീലിപ്പിക്കാനുള്ള, വീടിനകത്ത് മൂത്രമൊഴിച്ചാൽ അത് കൃത്യമായി തുടച്ച് അവിടെയൊക്കെ നമസ്കരിക്കേണ്ടതും ഖുർആൻ പാരായണം ചെയ്യേണ്ടതൊക്കെമായ പ്രദേശമാണ് ഭൂമികയാണ് നമ്മുടെ വീടുകളുടെ അകത്തളങ്ങുന്നത്. വൃത്തി ഒരു ലക്ഷണമായി മാറേണ്ടതുണ്ട്. ആരോഗ്യ പരിപാലന രംഗത്ത് പ്രവർത്തിക്കുന്ന മേഖലയിലുള്ള ആളുകൾ രോഗ അതിന്റെ വ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂക്ഷിക്കാൻ നമ്മളോട് നിർദ്ദേശിച്ചുള്ള നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായി പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ദീനിന്റെ കൂടി ഭാഗമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സഹായിക്കുമാറാവും. ഒരു വളരെ സുപ്രധാനമായ ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്, 2-3 സഹോദരന്മാർ നമ്മെ സമീപിച്ചിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ വടക്കൻ ഭൂപ്രദേശമായ എടത്തനാട്ടുകര മേഖലയിലെ ഒരു പള്ളി അവിടെ ഉണ്ട്. ആ പള്ളിയുടെ വികസനവും അതോടൊപ്പം പള്ളിക്കകത്തും പള്ളിയോട് ചേർന്ന് താൽക്കാലികമായ സംവിധാനങ്ങൾ മദ്രസ പ്രവർത്തിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഒരു സ്ഥലം എടുത്തിട്ടുണ്ട്. ആ സ്ഥലത്തിന്റെ രജിസ്ട്രേഷന്റെ പൂർത്തീകരണം, അതോടൊപ്പം അവിടെയുള്ള ഒരു മദ്രസ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമ്പത്തികമായ സഹായത്തിന് വേണ്ടി എനിക്കറിയുന്ന പാലക്കാട് ജില്ലയിലെ പ്രബോധന രംഗത്ത് സജീവമായി ഇടപെടുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് വളരെ കൃത്യമായി ഞാൻ അറിയുന്ന ഒരു പ്രദേശമാണ്. വളരെ അനിവാര്യമായി വളരെ ദരിദ്രരായ ആളുകൾ ജീവിക്കുന്ന ഒരു ഭൂപ്രദേശം. ഇത് മുഹറമാണ്, പവിത്രമായ മാസമാണ്. ഇന്ന് മുഹറം 10-ാം തീയതിയാണ്. ഏറെ പവിത്രമായ ഒരു ദിവസമാണ്. നമ്മൾ ഭൂരിപക്ഷവും നോമ്പിലാണുള്ളത്. ഈ ഒരു ഫളിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഏറെ നന്മകൾ വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഒരു ജാരിയായ സ്വതക്ക എന്ന നിലയിൽ ഒരു കുട്ടി മദ്രസയിൽ നിന്ന് സൂറത്തുൽ ഫാത്തിഹ പഠിച്ച് പുറത്തിറങ്ങി ആ കുട്ടി അവന്റെ ജീവിതത്തിലുടനീളം നമസ്കാരത്തിൽ അത് നിർവഹിക്കുമ്പോൾ ആ നമസ്കാരത്തിന്റെ പ്രതിഫലത്തിന് തത്തുല്യമായ, ആ കുട്ടിയുടെ ഖുർആൻ പാരായണത്തിന് തത്തുല്യമായ ഒരു പ്രതിഫലം നമുക്ക് ലഭ്യമാകുമെന്ന ഒരു തിരിച്ചറിവ്, അവിടെയാണ് അറിവുണ്ടാകും. അറിവ് സ്വതക്ക ചെയ്യാൻ പ്രേരണ, അമല് ചെയ്യാൻ പ്രേരണ ഉണ്ടാവണമെങ്കിൽ ഇൽമുണ്ട്. സ്വതക്കയുടെ പ്രാധാന്യവും ഫضലും അത് മുഖേനയുള്ള നേട്ടങ്ങളും തിരിച്ചറിയുമ്പോഴേ നമ്മുടെ അമൽ നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ചെറുതും വലുതുമായ മുഴുവൻ ആളുകളും, സ്ത്രീകളും പുരുഷന്മാരും അവനവന്റെ കൈവശമുള്ള സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് ചെറുതും വലുതുമായ നിലക്ക് പണം കൈവശമില്ലാത്ത ആളുകൾ ഗൂഗിൾ പേ നമ്പറൊക്കെ വാങ്ങി പിന്നീട് അവരെ സഹായിക്കാൻ ശ്രദ്ധിക്കുക. മുഴുവൻ ആളുകളും ആ ഒരു പ്രൊജക്റ്റിൽ, പദ്ധതിയിൽ പങ്കാളിത്തം വഹിക്കണമെന്ന് എൻ്റെ സഹോദരങ്ങളോട് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയിൽ മുന്നേറാൻ, നന്മയിൽ ചെലവഴിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നാം ചെലവഴിച്ചതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അർഹമായ പ്രതിഫലത്തെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത കുറെ ആളുകളുടെ, ചെറിയ പ്രസവിച്ച കുട്ടിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയ വിവരമൊക്കെ പറഞ്ഞ ആളുകൾ വന്നിട്ടുണ്ട്. മറ്റു പല സഹോദരങ്ങളും നമ്മുടെ പ്രവർത്തകരും ഒക്കെ രോഗികളായിരിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ശിഫായിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്ന് നമുക്ക് മുൻപ് റബ്ബിന്റെ വിളിക്ക് ഉത്തരം നൽകി തിരിച്ചുപോയ ആളുകൾക്ക് അല്ലാഹു മഗ്ഫിറത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മയും അവരെയും അല്ലാഹു അവന്റെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار، اللهم ادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا لا تجعل قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله على محمد وسلم والحمد لله رب العالمين.